മോർണിംഗ് ഓൾ ഓഫ് യു. ഇപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഓർ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി ആൻഡ് NMR സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ രണ്ട് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഓർ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് NMR സ്പെക്ട്രോസ്കോപ്പി. സോ എന്താണ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് നമുക്ക് നോക്കാം. So here a kind of absorption of spectroscopy. UV visible spectroscopy is a kind of absorption spectroscopy. Absorption, light absorb ചെയ്തിട്ട് ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്ത് ഡീഎക്സൈറ്റ് ചെയ്ത് ആ എക്സൈറ്റേഷൻ ഡീഎക്സൈറ്റേഷൻ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വരുന്നത്. ദാറ്റ് ഈസ് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. സോ ഹിയർ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത് UV ആൻഡ് വിസിബിൾ റേസ് ആണ്. UV റേസും യൂസ് ചെയ്യുന്നുണ്ട്, വിസിബിൾ റേസും യൂസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് സ്പെക്ട്രോസ്കോപ്പി മേക്ക് യൂസ് ഓഫ് UV ആൻഡ് വിസിബിൾ റേസ് ആൻഡ് ദിസ് സ്പെക്ട്രോസ്കോപ്പി ഹാസ് ബീൻ ലാർജ്ലി അപ്ലൈഡ് ടു അൺസാച്ചുറേറ്റഡ് പ്രിഫറബിളി കോൺജുഗേറ്റഡ് അൺസാച്ചുറേറ്റഡ് സിസ്റ്റംസ്. അപ്പം ഈ സ്പെക്ട്രോസ്കോപ്പി മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അൺസാച്ചുറേറ്റഡ് സിസ്റ്റംസിലാണ്. അതായത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള സിസ്റ്റത്തിൽ, പ്രിഫറബിളി കോൺജുഗേറ്റഡ് അൺസാച്ചുറേറ്റഡ് സിസ്റ്റം. കോൺജുഗേറ്റഡ് അൺസാച്ചുറേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് വരുന്ന സിസ്റ്റമാണ് കോൺജുഗേറ്റഡ് അൺസാച്ചുറേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റ് ആയിട്ട് സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും വരും. അതിനെയാണ് നമ്മൾ കോൺജുഗേറ്റഡ് അൺസാച്ചുറേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഈ സ്പെക്ട്രോസ്കോപ്പിയിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് സ്പെക്ട്രോസ്കോപ്പിയിൽ എന്താണ് സംഭവിക്കുന്നത്, ഇതിൻ്റെ തിയറി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. So when an electromagnetic radiation in the UV region എന്ന് പറയുമ്പം വേവ് ലെങ്ത് വരുന്നത് 200 to 400 നാനോമീറ്റർ ആണ് വേവ് ലെങ്ത് വരുന്നത്. ഓർ വിസിബിൾ റീജിയൻ എന്ന് പറയുമ്പം 400 to 800 നാനോമീറ്റർ വേവ് ലെങ്ത് ആണ് വരുന്നത്. ആ വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻ ആണ് വിസിബിൾ റേഡിയേഷൻ. അതേസമയം 200 തൊട്ട് 400 നാനോമീറ്റർ വരെ വേവ് ലെങ്ത് ഉള്ള റേഡിയേഷനെ നമ്മൾ പറയുന്നത് UV റേഡിയേഷൻ എന്നാണ് പറയുന്നത്. അപ്പം UV റേഡിയേഷനോ വിസിബിൾ റേഡിയേഷനോ നമ്മൾ ദറ്റ് ഈസ് അലൗഡ് ടു പാസ് ത്രൂ എ കോമ്പൗണ്ട് കണ്ടെയ്നിങ് മൾട്ടിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ നമ്മൾ UV റേഡിയേഷനോ വിസിബിൾ റേഡിയേഷനോ മൾട്ടിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സിലൂടെ പാസ് ചെയ്യുന്നു. വാട്ട് ഹാപ്പൻസ്? എ പാർട്ട് ഓഫ് ദ റേഡിയേഷൻ ഈസ് യൂഷ്വലി അബ്സോർബ്ഡ്. റേഡിയേഷൻ്റെ ഒരു പാർട്ട് അബ്സോർബ് ചെയ്യപ്പെടുന്നു. ദ എമൗണ്ട് ഓഫ് റേഡിയേഷൻ അബ്സോർബ്ഡ്, എന്തോരം റേഡിയേഷനാണ് അബ്സോർബ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് റേഡിയേഷൻ അബ്സോർബ്ഡ് depends on the structure of the compound as well as the wavelength of the radiation. അപ്പോൾ എത്രമാത്രം റേഡിയേഷൻ അബ്സോർബ് ചെയ്തു എന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ പാസ് ചെയ്ത റേഡിയേഷൻ കടന്നുപോയ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറിനെയും അതുപോലെ തന്നെ റേഡിയേഷൻ്റെ വേവ് ലെങ്ത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെൻ എനർജി ഓഫ് ദ അബ്സോർബ്ഡ് റേഡിയേഷൻ ഈസ് യൂസ്ഡ് ഫോർ ദ എക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺസ്. അപ്പം ഈ അബ്സോർബ് ചെയ്ത റേഡിയേഷൻ്റെ എനർജി എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ലൈറ്റ് റേഡിയേഷൻ്റെ എനർജി എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോൺസിൻ്റെ എക്സൈറ്റേഷന് വേണ്ടിയിട്ട്. സാധാരണ കോമ്പൗണ്ട്സിൽ ആറ്റംസ് പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ആറ്റംസ് എല്ലാം തന്നെ ആറ്റത്തിൽ ഇലക്ട്രോൺസ് പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഇലക്ട്രോൺസ് എപ്പോഴും ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും ഇരിക്കേണ്ടാവുക, അതായത് ലോവസ്റ്റ് എനർജി സ്റ്റേറ്റിൽ. കാരണം എന്താ? എനർജി കുറയുമ്പോഴാണ് സ്റ്റെബിലിറ്റി കൂടുക. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രോൺസ് എപ്പോഴും ലോവസ്റ്റ് എനർജി ലെവലിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ലെവലിലായിരിക്കും ഇരിക്കേണ്ടാവുക. സോ നമ്മൾ ഈ അബ്സോർബ് ചെയ്ത എനർജി, റേഡിയേഷൻ്റെ എനർജി എന്ന് പറയുന്നത് ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള, അതായത് ലോവസ്റ്റ് എനർജി ലെവലിലുള്ള ഇലക്ട്രോണിന് ഹയസ്റ്റ് എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ലോവർ എനർജി ഓർബിറ്റൽസ് ടു ഹയർ എനർജി ഓർബിറ്റൽ. സിൻസ് ഇറ്റ് ഇൻവോൾവ്സ് ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ, ഈ ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ ആണ് മെയിനായിട്ട് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ UV സ്പെക്ട്രോസ്കോപ്പി ഈസ് സംടൈംസ് കോൾഡ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ, അതായത് അബ്സോർബ് ചെയ്ത ലൈറ്റ് റേഡിയേഷൻ്റെ എനർജി ആറ്റത്തിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഇലക്ട്രോണിനെ ലോവസ്റ്റ് എനർജി ലെവലിൽ നിന്ന് ഹയസ്റ്റ് എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യുകയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ UV സ്പെക്ട്രോസ്കോപ്പിയിൽ ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ വരുന്നത് കൊണ്ട് ദിസ് UV സ്പെക്ട്രോസ്കോപ്പി ഈസ് സംടൈംസ് കോൾഡ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി.
Then wavelength range of UV radiation is 100 to 400 or it is 200 to 400 nanometer only. But in practice, UV spectroscopy includes visible rays with a wavelength range of 400 to 800 nanometer also. UV spectroscopy extends over the range 100 to 800 nanometer. So UV visible spectroscopy നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് റേഡിയേഷൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 100 നാനോമീറ്റർ ടു 800 നാനോമീറ്റർ ആണ്. ആൻഡ് ദ റീജിയൻ 100 to 200 നാനോമീറ്റർ ഈസ് നോൺ ആസ് ഫാർ യു വി ഓർ വാക്വം യു വി. അതായത് 100 തൊട്ട് 200 നാനോമീറ്റർ വരെ വേവ് ലെങ്ത് ഉള്ള യു വി റേഡിയേഷനെ പറയുന്ന പേരാണ് ഫാർ യു വി ഓർ വാക്വം യു വി. ആൻഡ് ദ റീജിയൻ 200 to 400 nanometer is known as near UV region, and the region 400 to 800 nanometer is called the visible region. So the amount of light absorbed at each wavelength of UV or visible radiation is measured with the help of a spectrometer. അപ്പോൾ നമ്മൾ ഈ ഇത് മെഷർ ചെയ്യുന്നത് ലൈറ്റ് റേഡിയേഷൻ്റെ എനർജി മെഷർ ചെയ്യുന്നത് സ്പെക്ട്രോമീറ്ററിൻ്റെ സഹായത്തോടെയാണ്. സോ മോഡേൺ സ്പെക്ട്രോമീറ്റർ കൺസിസ്റ്റ് ഓഫ് മോഡേൺ സ്പെക്ട്രോമീറ്ററിൻ്റെ പാർട്സ് ആണ് പറയുന്നത്. ഒരു റേഡിയേഷൻ സോഴ്സ് ഉണ്ടാകും. റേഡിയേഷൻ സോഴ്സ് കൺസിസ്റ്റിംഗ് ഓഫ് എ ടങ്സ്റ്റൺ ഫിലമെന്റ് ലാമ്പ് ഫോർ പ്രൊഡ്യൂസിംഗ് വിസിബിൾ ലൈറ്റ് ആൻഡ് എ ഡ്യൂട്ടീരിയം ഡിസ്ചാർജ് ട്യൂബ് ഫോർ പ്രൊഡ്യൂസിംഗ് യു വി റേഡിയേഷൻ. അപ്പോൾ ഈ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ അല്ലെങ്കിൽ സ്പെക്ട്രോമീറ്ററിൽ റേഡിയേഷൻ സോഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് യു വി റേഡിയേഷനും വേണം, വിസിബിൾ റേഡിയേഷനും വേണം. അതിൽ വിസിബിൾ റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അതിലൊരു ടങ്സ്റ്റൺ ലാമ്പ് ഉണ്ടാകും. അതുപോലെ തന്നെ യു വി റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അതിലെന്തുണ്ടാകും? ഒരു ഡ്യൂട്ടീരിയം ലാമ്പ് ഉണ്ടാകും. And then these radiations are passed through a monochromator which automatically select the required wavelength. ആ റേഡിയേഷൻസ് നമ്മളൊരു മോണോക്രോമാറ്ററിലൂടെ കടത്തിവിടും. ആ മോണോക്രോമാറ്റർ ആണ് ഏത് വേവ് ലെങ്ത് ആണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുന്നത്. ദ മോണോക്രോമാറ്റിക് ബീം, ഈ മോണോക്രോമാറ്റിക് ബീം അതിനുശേഷം എന്ത് ചെയ്യും? ഇറ്റ് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 2 പാരലൽ ബീംസ്. അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. വൺ ഓഫ് വിച്ച് പാസസ് ത്രൂ എ ട്രാൻസ്പാരൻറ്റ് സെൽ. അതായത് ഈ ഇൻസ്ട്രുമെൻറ്റിൽ ഒരു സാമ്പിൾ വയ്ക്കാനുള്ള ഒരു ഗ്രൂവ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ സോൾവെൻറ്റ്, പ്യുവർ സോൾവെൻറ്റ് വയ്ക്കാനുള്ള ഒരു ഗ്രൂവ് ഉണ്ടാകും. നമ്മൾ സൊല്യൂഷൻ്റെ അബ്സോർപ്ഷനാണ് മെഷർ ചെയ്യുന്നത്. സോ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യിക്കാൻ ഉപയോഗിച്ചിരുന്ന സോൾവെൻറ്റ്, ദാറ്റ് ഈസ് ദ പ്യുവർ സോൾവെൻറ്റ്, അത് വയ്ക്കാനായിട്ടൊരു ഗ്രൂവ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ സാമ്പിൾ, അതായത് സൊല്യൂഷൻ, നമ്മുടെ സാമ്പിൾ സൊല്യൂഷൻ വയ്ക്കാനായിട്ടൊരു ഗ്രൂവ് ഉണ്ടാകും. സോ മോണോക്രോമാറ്റിക് ബീമിൽ നിന്നും സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന രണ്ടായിട്ട്, മോണോക്രോമാറ്റിക് ബീം രണ്ടായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. രണ്ട് പാരലൽ ബീമായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ആൻഡ് വൺ ഓഫ് ദ പാരലൽ ബീം പാസസ് ത്രൂ എ ട്രാൻസ്പാരൻറ്റ് സെൽ കണ്ടെയ്നിങ് വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് ദ ഓർഗാനിക് കോമ്പൗണ്ട് ദാറ്റ് ഈസ് അണ്ടർ എക്സാമിനേഷൻ ആൻഡ് ഇറ്റ് ഈസ് ടേംഡ് ആസ് സാമ്പിൾ ബീം. And the second beam is directed through an identical cell containing the pure solvent only and it is called the reference beam. അപ്പോൾ ഇത് രണ്ടിലൂടെയും പാസ് ചെയ്യിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് പ്യുവർ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ അബ്സോർപ്ഷനാണ്. നമ്മുടെ സാമ്പിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർ ഓർഗാനിക് കോമ്പൗണ്ട് പ്ലസ് സോൾവെൻ്റ് ഉണ്ടാകും. സോ ഈ റെഫറൻസ് ബീം അല്ലെങ്കിൽ പ്യുവർ സോൾവെൻറ്റിൽ കൂടെ പാസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ഇഫക്റ്റ് സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം പ്യുവർ സോൾവെൻറ്റിൽ കൂടെ പോകുന്നു, അതുപോലെ തന്നെ പ്യുവർ സോൾവെൻറ്റ് പ്ലസ് ഓർഗാനിക് കോമ്പൗണ്ടിൽ കൂടെ പോകുന്നു. സോ രണ്ടിൽ കൂടെയും കടന്നു പോയിട്ട് പിന്നെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് റെക്കോർഡറിൽ എത്തുമ്പോൾ ഒരൊറ്റ റിസൾട്ടാണ് വരുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് സോൾവെൻറ്റിൻ്റെ ഇഫക്റ്റ് അവിടെ നള്ളിഫൈ ചെയ്തിട്ട് നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ മാത്രം അവിടെ അബ്സോർപ്ഷൻ കിട്ടും. അതുകൊണ്ടാണ് ഈ മോണോക്രോമാറ്റിക് ബീം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഒന്ന് റെഫറൻസ് ബീമായി പോവും, ദറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ പ്യുവർ സോൾവെൻറ്റ്, ആൻഡ് ദ സെക്കൻഡ് one is the sample beam which is passes through the sample solution which is under examination. And the intensities of the two transmitted beams are electronically compared. അതിനുശേഷം രണ്ടിൽ നിന്നും, അതായത് പ്യുവർ സോൾവെൻറ്റിൽ നിന്ന് വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ സാമ്പിൾ സൊല്യൂഷനിൽ നിന്നും വരുന്ന ട്രാൻസ്മിറ്റഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ ഇലക്ട്രോണിക്കലി കമ്പയർ ചെയ്യും. അതിനുശേഷം ആൻഡ് എ പ്ലോട്ട് ഓഫ് അബ്സോർബൻസ് എഗെയിൻസ്റ്റ് വേവ് ലെങ്ത് ഈസ് ഓട്ടോമാറ്റിക്കലി റെക്കോർഡഡ് ഓവർ ദ ഡിസൈർഡ് റേഞ്ച്. അതിനുശേഷം എത്രത്തോളം വേവ് ലെങ്ത് റേഞ്ചിലാണ് എക്സാമിനേഷൻ
നടന്നത് ആ വേവ് ലെങ്ത് റേഞ്ച് എക്സ് ആക്സിൽ വരച്ചിട്ടും അബ്സോർബൻസ് വൈ ആക്സിസിലുമായിട്ട് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. അതായത് നമ്മൾ മെഷർ ചെയ്ത അല്ലെങ്കിൽ സ്കാൻ ചെയ്ത വേവ് ലെങ്ത് റേഞ്ച് എക്സ് ആക്സിസിലായിട്ടും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സ്കാൻ ചെയ്തത് 200 to 600 ആണെങ്കിൽ നമ്മൾ എക്സ് ആക്സിസിൽ വേവ് ലെങ്ത്തും അതുപോലെ തന്നെ വൈ ആക്സിസിൽ ഓരോ വേവ് ലെങ്ത്തിലുള്ള അബ്സോർബൻസും നമ്മൾ മെഷർ ചെയ്യും. അതിനുശേഷം ഒരു പ്ലോട്ട് വരയ്ക്കും. ആ പ്ലോട്ട് ഓട്ടോമാറ്റിക്കലി റെക്കോർഡഡ് ആയിട്ടൊരു പ്ലോട്ടാണ് വരുന്നത്. ആൻഡ് ആ പ്ലോട്ടാണ് ഒരു അബ്സോർപ്ഷൻ പീക്ക് പോലെ അത് വരുവാണ് ചെയ്യുന്നത്. ഒരു അബ്സോർപ്ഷൻ പീക്കായിട്ടാണ് അത് വരുന്നത്. നേരത്തെ കണ്ടല്ലോ അല്ലേ അബ്സോർപ്ഷൻ പീക്ക്, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് കാണാൻ പറ്റും അല്ല. നേരത്തെ നമ്മൾ UV സ്പെക്ട്രം നോക്കിയില്ല, താഴെ വരുമ്പോഴത്തേനും നമുക്ക് എങ്ങനെയാണ് ഒരു സ്പെക്ട്രം വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. സോ അങ്ങനെ ഒരു പ്ലോട്ട്, ഒരു ഗ്രാഫിക്കൽ പ്ലോട്ട് നമുക്ക് കിട്ടും. ആ ഗ്രാഫിക്കൽ പ്ലോട്ടിനെയാണ് നമ്മൾ UV വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. And here the solvents commonly used are ethanol, methanol, water and hexane etc. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സോൾവെൻറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട്, സാമ്പിൾ സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സോൾവെൻറ്റ് എന്ന് പറയുന്നത് എത്തനോൾ, ആൽക്കഹോൾ, ഈഥൈൽ ആൽക്കഹോൾ, മെത്തനോൾ, മീഥൈൽ ആൽക്കഹോൾ, വാട്ടർ, then hexane etc. The solvent must be of very high grade of purity and free from UV absorbing substance. അപ്പോൾ സോൾവൻസിന് ഒരു പ്രത്യേകതയുണ്ട്. സോൾവൻസ് ഹൈലി പ്യുവർ ആയിരിക്കണം. അതുപോലെ തന്നെ സോൾവൻസിന് UV റേഡിയേഷനോ വിസിബിൾ റേഡിയേഷനോ അബ്സോർബ് ചെയ്യാനും പാടില്ല. അങ്ങനെയുള്ള സോൾവൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. Then such solvents are called as spectroscopic grade solvents. And the solvents used for dissolving compounds should be sufficiently transparent over the desired range of wavelength. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സോൾവെൻറ്റ്, അതായത് സാമ്പിൾ സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോൾവെൻറ്റ് നമ്മൾ ഏത് വേവ് ലെങ്ത്തിലാണോ സ്കാൻ ചെയ്യുന്നത് ആ വേവ് ലെങ്ത് റേഞ്ചിൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ആ വേവ് ലെങ്ത്തിലൊന്നും ആ സോൾവെൻറ്റിന് അബ്സോർപ്ഷൻ ഉണ്ടാകാനായിട്ട് പാടില്ല. അബ്സോർപ്ഷൻ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? സോൾവെൻറ്റും അവിടെ കയറി അബ്സോർബ് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് സ്പെക്ട്രയിൽ എറർ ഉണ്ടാകും. So the commonly used solvents are ethanol and cyclohexane. And here the quartz cells are used to place the substance. അതായത് സാമ്പിൾ സൊല്യൂഷൻ വയ്ക്കാനായിട്ട് നമ്മൾ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ക്വാർട്സ് സെല്ലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്യൂസ്ഡ് സിലിക്ക സെൽസ് ആർ ഓൾസോ യൂസ്ഡ്. അതായത് സിലിക്കൺ ഡയോക്സൈഡ് സെൽസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ക്വാർട്സ് സെൽസ് ആർ എസെൻഷ്യൽ ഫോർ ദ റീജിയൻ 200 to 400 നാനോമീറ്റർ. 200 തൊട്ട് 400 നാനോമീറ്റർ വരെയുള്ള വേവ് ലെങ്ത്തിലാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ക്വാർട്സ് സെല്ലാണ്. ബട്ട് ദേ ക്യാൻ ഓൾസോ യൂസ്ഡ് ബിയോണ്ട് 400 നാനോമീറ്റർ. അപ്പോൾ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് 200 to 400 നാനോമീറ്ററിനാണ്. 400 നാനോമീറ്റർ കഴിഞ്ഞിട്ടും ക്വാർട്സ് സെല്ല് ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഫോർ വിസിബിൾ റീജിയൻ അലോൺ, വിസിബിൾ റീജിയൻ മാത്രമാണെങ്കിലോ നമ്മൾ യൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് ഗ്ലാസ് സെൽസ് ക്യാൻ ബി യൂസ്ഡ്. അപ്പം 200 to 400 ആണെങ്കിൽ ക്വാർട്സ് സെല്ല് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ 400 to 800 ആണെങ്കിൽ ഗ്ലാസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ 200 to 800 മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്വാർട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ക്വാർട്സിന് UVയിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വിസിബിൾ വേവ് ലെങ്ത്തിലും ക്വാർട്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു UV സ്പെക്ട്രം റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നാണ്, അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. UV സ്പെക്ട്രം ഈസ് എ കർവ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലോട്ടിംഗ് വേവ് ലെങ്ത് എഗെയിൻസ്റ്റ് എക്സ്റ്റിങ്ഷൻ കോഎഫിഷ്യൻറ്റ് ഓർ അബ്സോർബൻസ് അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി. അതാണ് നമ്മൾ UV സ്പെക്ട്രം എന്ന് പറയുന്നത്. അതായത് എക്സ് ആക്സിസിൽ വേവ് ലെങ്ത്തും വൈ ആക്സിസിൽ നമ്മൾ എക്സ്റ്റിങ്ഷൻ കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ എപ്സിലോൺ മാക്സ് അല്ലെങ്കിൽ അബ്സോർബൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്റ്റിക്കൽ ഡെൻസിറ്റിയാണ് പ്ലോട്ട് ചെയ്യുന്നത്. വേവ് ലെങ്ത് ആർ യൂഷ്വലി ഷോൺ എലോങ് ദ എപ്സിസ്ക, ദാറ്റ് ഈസ് എക്സ് ആക്സിസ്, ആൻഡ് ദ എപ്സിലോൺ ഓർ അല്ല എപ്സിലോൺ ഓർ അബ്സോർബൻസ് ഓർ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി D, that is along the ordinate, that is y axis. So this is the shape of a UV absorption spectrum. അപ്പോൾ നമ്മൾ വൈ ആക്സിസിൽ അബ്സോർബൻസ് പ്ലോട്ട് ചെയ്യും, എക്സ് ആക്സിസിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് അതിൻ്റെ വേവ് ലെങ്ത് ആണ്. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് UV അബ്സോർപ്ഷൻ സ്പെക്ട്രം. സോ ഈ പീക്ക് ബ്രോഡ് ആകാം, ഇതിന് വിഡ്ത്ത് കുറയാം, അങ്ങനെയൊക്കെ ഉണ്ട്.
So this shows a broad absorption band in the region 210 to 260 nanometer. 210 to 260 nanometer ഒരു broad ആണ് തരുന്നത്. And here the maximum at 241.5 nanometer. That is the absorption maximum. അപ്പം ലാംഡ മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം അബ്സോർപ്ഷൻ കിട്ടുന്ന ആ വേവ് ലെങ്തിനെയാണ് നമ്മൾ ലാംഡ മാക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ മാക്സിമം അബ്സോർപ്ഷൻ വരുന്നത് 241.5 നാനോമീറ്ററിലാണ് മാക്സിമം അബ്സോർപ്ഷൻ വരുന്നത്. സോ ആ മാക്സിമം അബ്സോർപ്ഷൻ കാണിക്കുന്ന വേവ് ലെങ്തിനെ നമ്മൾ ലാംഡ മാക്സ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇതിനെയാണ് നമ്മൾ ഈ മാക്സിമം അബ്സോർബൻസ് അതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ മാക്സിമം എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് UV absorption spectrum of 2,5-dimethyl 2,4-hexadiene. അതിൻ്റെ സ്ട്രക്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ദ മോളിക്യൂൾ. ഈ മോളിക്യൂളിൻ്റെ UV സ്പെക്ട്രം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ദിസ് ഇസ് ദ ഷേപ്പ് ഓഫ് എ UV സ്പെക്ട്രം. അപ്പോൾ ഇതാണ് UV സ്പെക്ട്രത്തിൻ്റെ ഷേപ്പ് വരുന്നത്. അതായത് ഇങ്ങനെ പോയിട്ട് ഇതുപോലൊരു കർവായിട്ടാണ് വരുന്നത്. ആ കർവ് ബ്രോഡ് ആകാം, നാരോ ആകാം, ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ സാമ്പിൾ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഇസ് ദ പ്രസൻറ്റേഷൻ ഓഫ് എ UV സ്പെക്ട്രം. ദെൻ നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ വഴിയാണ് എന്ത് ഉണ്ടാകുന്നത്, UV സ്പെക്ട്രം. എക്സൈറ്റേഷൻ ഡി എക്സൈറ്റേഷൻ വഴിയാണ് UV സ്പെക്ട്രം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. ഇനി ഏതൊക്കെ തരത്തിലുള്ള ഇലക്ട്രോണിക് എക്സൈറ്റേഷനാണ് നടക്കുന്നത്? ഏതൊക്കെ തരത്തിലുള്ള ഇലക്ട്രോൺസിനെ നിങ്ങൾക്കറിയാം. സിഗ്മ ഇലക്ട്രോൺസ് ഉണ്ട്, പൈ ഇലക്ട്രോൺസ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസും ഉണ്ട്. സോ ഏതൊക്കെ പോസിബിൾ ട്രാൻസിഷനാണ് നെക്സ്റ്റ് വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. So according to molecular orbital theory, when a molecule is excited by the absorption of energy, its electrons are promoted from bonding orbital to anti-bonding orbital. Bonding orbital എന്താണ്, anti-bonding orbital എന്താണ് സിഗ്മ ഇലക്ട്രോൺ, പൈ ഇലക്ട്രോൺ, നോൺ ബോണ്ടിങ് ഇലക്ട്രോൺ, ഇതെല്ലാം നിങ്ങൾ പ്രീവിയസ് സെമ്മിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. So the possible transitions are, first transition is sigma to sigma star transition. അതായത് സിഗ്മ ഇലക്ട്രോൺസ് ആണ് എക്സൈറ്റ് ചെയ്യുന്നത്. So here electrons excited from the bonding sigma orbital to corresponding anti-bonding sigma star orbital. And for this transition the energy required is very high. ഏറ്റവും കൂടുതൽ എനർജി വേണ്ട ട്രാൻസിഷനാണ് സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ. Therefore the absorption occurs in the vacuum UV region. vacuum UV region എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കുറവാണ്. വേവ് ലെങ്ത് കുറയുമ്പോൾ എന്താണ്, ഫ്രീക്വൻസി കൂടുതലാണ്, എനർജി കൂടുതലായിരിക്കും. സോ അബ്സോർപ്ഷൻ നടക്കുന്നത് വാക്വം UV റീജിയനിലായിരിക്കും. സോ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ഡു നോട്ട് ഷോ എനി അബ്സോർപ്ഷൻ ഇൻ ദ ഓർഡിനറി UV വിസിബിൾ റീജിയൻ. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒന്നും ഇല്ലാതെ സിംഗിൾ ബോണ്ട് മാത്രമുള്ള കാർബൺ ഹൈഡ്രജൻ കോമ്പൗണ്ട്സ് ആണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിൻ്റെ കേസിൽ ഓർഡിനറി UV വിസിബിൾ റീജിയനിൽ അബ്സോർപ്ഷൻ ഒന്നുമില്ല. സോ ഹെൻസ് ദീസ് ആർ നോൺ ആസ് UV ട്രാൻസ്പെറൻറ്റ് കോമ്പൗണ്ട്സ്. അതായത് UVയിൽ അബ്സോർപ്ഷൻ ഇല്ലാത്ത കോമ്പൗണ്ടിനെയാണ് നമ്മൾ UV ട്രാൻസ്പെറൻറ്റ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് N to സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ. അതായത് നോൺ ബോണ്ടിങ് ഇലക്ട്രോണിൽ നിന്ന് സിഗ്മ സ്റ്റാർ ട്രാൻസിഷനിലേക്ക്. അപ്പം നിങ്ങൾ പണ്ട് പഠിച്ച മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം ഓർക്കണം. അപ്പോൾ ആദ്യം വരുന്നത് സിഗ്മ ഓർബിറ്റൽ, ദെൻ വരുന്നത് ഏതാണ്, പൈ ഓർബിറ്റൽ, ദെൻ നോൺ ബോണ്ടിങ് ഓർബിറ്റൽ, ദെൻ പൈ സ്റ്റാർ ഓർബിറ്റൽ, ദെൻ സിഗ്മ സ്റ്റാർ ഓർബിറ്റൽ. ദിസ് ഇസ് ദ ഓർഡർ ഓഫ് എനർജി. അപ്പോൾ ഏറ്റവും എനർജി കുറവ് സിഗ്മ ഓർബിറ്റൽ, അതിനുശേഷം വരുന്നത് പൈ ഓർബിറ്റലാണ് വരുന്നത്, ദെൻ നെക്സ്റ്റ് വരുന്നത് നോൺ ബോണ്ടിങ് ഓർബിറ്റലാണ് എനർജിയിൽ വരുന്നത്, നെക്സ്റ്റ് ഹയർ എനർജി വരുന്നത് പൈ സ്റ്റാർ ഓർബിറ്റൽ, നെക്സ്റ്റ് ഹയർ എനർജി വരുന്നത് സിഗ്മ സ്റ്റാർ ഓർബിറ്റൽ. സോ ഡിസ്റ്റൻസ് ഏറ്റവും കൂടുതലുള്ളത് ആരൊക്കെ തമ്മിലാണ്, സിഗ്മ ഓർബിറ്റലും സിഗ്മ സ്റ്റാർ ഓർബിറ്റലും. ഏറ്റവും താഴെ സിഗ്മ, ഏറ്റവും ടോപ്പിൽ സിഗ്മ സ്റ്റാർ. സോ അത് രണ്ടും തമ്മിലാണ് മാക്സിമം ഡിസ്റ്റൻസ് വരുന്നത്, ദാറ്റ് ഈസ് മാക്സിമം എനർജി ഡിഫറൻസ് വരുന്നത്. സോ compounds containing non-bonding electrons on oxygen, nitrogen, sulfur or halogen atoms show absorptions due to N to sigma star transition. So അതായത് ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഹാലജൻ ഇതിലെല്ലാം തന്നെ എന്തുണ്ട്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ടാണ് അവയെ നമ്മൾ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസിനെ എങ്ങോട്ട് എക്സൈറ്റ് ചെയ്യാം, സിഗ്മ സ്റ്റാർ ഓർബിറ്റലിലേക്ക് എക്സൈറ്റ് ചെയ്യാം. ഈ ലൈറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ട് ദാറ്റ് റിസൾട്ട്സ്
N to sigma star transition, and the energy required for N to sigma star transition is less than that required for the sigma to sigma star transition. Therefore, absorption corresponding to N to sigma star transition occurs in the ordinary UV visible region, that is 200 to 800 nanometer. അപ്പം ഇതിനൊരു എക്സാമ്പിൾ ആണ് മെത്തനോൾ. മെത്തനോൾ എന്ന് പറഞ്ഞാൽ CH3OH ആണ്. സോ O എന്ന് പറയുമ്പം അവിടെ ഓക്സിജൻ ആണ്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ മെത്തനോൾ വേപ്പർ ഷോസ് ആൻ അബ്സോർപ്ഷൻ ബാൻഡ് അറ്റ് 183 നാനോമീറ്റർ. അപ്പം മെത്തനോൾ വേപ്പർ അബ്സോർപ്ഷൻ കാണിക്കുന്നത് ലാംഡ 183 നാനോമീറ്ററിലാണ്. അതുപോലെ തന്നെ മീഥൈൽ ക്ലോറൈഡ്, മീഥൈൽ ക്ലോറൈഡ് ദറ്റ് ഈസ് CH3Cl ദാറ്റ് ഷോസ് ആൻ അബ്സോർപ്ഷൻ ബാൻഡ് അറ്റ് 173. മീഥൈൽ അയഡൈഡ് 258 നാനോമീറ്റർ വേവ് ലെങ്ത്തിൽ അബ്സോർപ്ഷൻ തരുന്നു. അതുപോലെ തന്നെ ട്രൈമീഥൈൽ അമീൻ CH3 thrice N ദറ്റ് ഈസ് ട്രൈമീഥൈൽ അമീൻ ദാറ്റ് ഷോസ് ആൻ അബ്സോർപ്ഷൻ അറ്റ് 227 nanometer. So these are in all these transition occurs at these wavelength is due to N to sigma star transition. N to sigma star transition ഉള്ളത് കൊണ്ടാണ് ഈ കോമ്പൗണ്ട്സിലെല്ലാം തന്നെ ഈ പർട്ടിക്കുലർ വേവ് ലെങ്ത്തിൽ നമുക്ക് അബ്സോർപ്ഷൻ കർവ് കിട്ടുന്നത്. Then third type of transition, that is N to pi star transition. N to pi star എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഏറ്റവും എനർജി കുറവാണ് അല്ലേ. എങ്ങനെയാണ് ഓർഡർ വരുന്നത്, സിഗ്മ പൈ എൻ പൈ സ്റ്റാർ സിഗ്മ സ്റ്റാർ. അപ്പം തൊട്ടടുത്തടുത്തുള്ള എനർജി ലെവൽസ് ആണ് എന്നും പൈ സ്റ്റാറും. സോ വളരെ കുറവ് എനർജി ഡിഫറൻസേ അവ തമ്മിലുള്ളൂ. സോ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ആറ്റംസ് സച്ച് ആസ് ഓക്സിജൻ, നൈട്രജൻ ആൻഡ് സൾഫർ ഷോ അബ്സോർപ്ഷൻ ഡ്യൂ ടു N to pi star ട്രാൻസിഷൻ. അപ്പോൾ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിൽ ഓക്സിജനും നൈട്രജനും, അതായത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കോമ്പൗണ്ട്സിൽ ഓക്സിജനോ നൈട്രജനോ സൾഫറോ ഒക്കെ പ്രസൻ്റ് ആയിരുന്നാൽ ആ കേസിൽ നടക്കാവുന്ന ഒരു ട്രാൻസിഷനാണ് N to pi star ട്രാൻസിഷൻ. കാരണം എന്താ, ഈ ഓക്സിജനിലും സൾഫറിലും നൈട്രജനിലും എല്ലാം തന്നെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, മൾട്ടിപ്പിൾ ബോണ്ട്സ് ഉള്ളത് കൊണ്ട് അവിടെ പൈ സ്റ്റാർ ഓർബിറ്റിൽ പ്രസൻ്റ് ആണ്. സോ ആ N to pi star ട്രാൻസിഷൻ അവിടെ നടക്കാം. In aldehydes and ketones having no C double bond C and C triple bond C triple bond ആണ് ആ ഒരു ഇത് താഴേക്ക് പോകുന്നു, ആ ഒരു ബോണ്ട് ആ നാനോമീറ്ററിൻ്റെ മുകളിൽ കാണപ്പെടുന്ന ആ ഒരു വര ട്രിപ്പിൾ ബോണ്ടിൻ്റെ ഇതായിരുന്നു. സോ ഇൻ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഹാവിങ് C double bond C and C triple bond the bands due to these transition occur at 270 to 300 നാനോമീറ്റർ. അപ്പോൾ ആൽഡിഹൈഡ്സിലും കീറ്റോൺസിലും C double bond CO C triple bond CO അൺസാച്ചുറേഷൻ പ്രസൻ്റ് അല്ലാത്ത ആൽഡിഹൈഡ്സിലും കീറ്റോൺസിലും C double bond O പ്രസൻ്റ് ആണ്. സോ ആ കേസിൽ N to pi star ട്രാൻസിഷൻ ഉണ്ട്. ആ N to pi star ട്രാൻസിഷൻ നടക്കുന്നത് 270 to 300 നാനോമീറ്ററിലാണ്. അപ്പോൾ ആൽഡിഹൈഡ്സും കീറ്റോൺസ് എന്ന് പറഞ്ഞാൽ C double bond O ആണ്. അപ്പോൾ ഓക്സിജൻ ഉണ്ട്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, അവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, അതുകൊണ്ട് പൈ സിസ്റ്റവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൽഡിഹൈഡ്സിലും കീറ്റോൺസിലും വേറെ C double bond ആ കോമ്പൗണ്ട്സിനോട് അല്ലെങ്കിൽ ആ കോമ്പൗണ്ട്സിൻ്റെ സ്ട്രക്ചറിൽ വേറെ C double bond CO C triple bond CO പ്രസൻ്റ് അല്ലാത്ത കേസിൽ ഈ N to pi star ട്രാൻസിഷൻ നടക്കുന്നത് 270 to 300 നാനോമീറ്ററിലാണ്. അതേസമയം കാർബണൈൽ കോമ്പൗണ്ട്സ് ഹാവിങ് ഡബിൾ ബോണ്ട്സ് സെപ്പറേറ്റഡ് ബൈ 2 or more സിംഗിൾ ബോണ്ട്, അതായത് കാർബണൈൽ കോമ്പൗണ്ട്സിൽ ഇപ്പോൾ C double bond O, അത് കൂടാതെ തന്നെ C, പിന്നെ ഒരു C double bond C, അതായത് ഈ കാർബണൈൽ കോമ്പൗണ്ട് പ്രസൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിൽ കാർബണൈൽ കോമ്പൗണ്ടിൻ്റെ പൈ ബോണ്ട് കൂടാതെ വേറെ പൈ ബോണ്ട്സ് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട്സോ ട്രിപ്പിൾ ബോണ്ട്സോ പ്രസൻ്റ് ആയിരുന്നാൽ അങ്ങനെയുള്ള കേസിൽ N to pi star ട്രാൻസിഷൻ നടക്കുന്നത് 300-350 നാനോമീറ്ററിൽ ആയിരിക്കും. ദറ്റ് ഈസ് ഹയർ വേവ് ലെങ്ത്തിലായിരിക്കും നടക്കണ്ടാവുക. ഇനി ഫോർത്ത് ടൈപ്പ് ഓഫ് ട്രാൻസിഷനാണ് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ. So this occurs in molecule having a pi electron. മെയിൻ ആയിട്ട് അൺസാച്ചുറേറ്റഡ് സിസ്റ്റത്തിൽ മാത്രം നടക്കുന്ന ഒരു ട്രാൻസിഷനാണ് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, അതായത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കോമ്പൗണ്ട്സിൽ നടക്കുന്ന ഒരു ട്രാൻസിഷനാണ് പൈ ടു pi star transition. And the pi to pi star band appear at 189 to 190 nanometer in the case of aliphatic compound. അതുപോലെ തന്നെ 200 to 210 നാനോമീറ്റർ ഇൻ ദ കേസ് ഓഫ് അരോമാറ്റിക് കോമ്പൗണ്ട്. അരോമാറ്റിക് കോമ്പൗണ്ടിൽ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ നടക്കുന്നത് 200-210 നാനോമീറ്ററിലാണ്. അതേസമയം അലിഫാറ്റിക് കോമ്പൗണ്ട്സിൽ
പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ നടക്കുന്നത് 189 to 190 നാനോമീറ്റർ വേവ് ലെങ്ത് റേഞ്ചിലാണ് നടക്കുന്നത്. സോ ദീസ് ആർ ദ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസിഷൻ ദാറ്റ് ഒക്കർ ഡ്യൂറിങ് ദ റേഡിയേഷൻ ഓർ ഡ്യൂറിങ് ദ അബ്സോർപ്ഷൻ ഓഫ് UV or visible radiation by a compound. So these are the various transitions. So ഇവിടെ നമുക്ക് കാണാൻ പറ്റും. So this is the sigma energy level, this is pi, n, pi star and sigma star. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും എനർജി ഡിഫറൻസ് കൂടുതൽ ഏതാണ്? സിഗ്മ ടു സിഗ്മ സ്റ്റാർ ആണ് എനർജി ഡിഫറൻസ് കൂടുതൽ. സോ സിഗ്മ ടു സിഗ്മ സ്റ്റാർ എനർജി ഡിഫറൻസ് കൂടുതലാണെങ്കിൽ UV റീജിയണിൽ 4 UV റീജിയണിൽ മാത്രമാണ്, അതിനുള്ള വാക്വം UV റീജിയണിൽ മാത്രമാണ് ആ ട്രാൻസിഷൻ നടക്കുള്ളൂ. കാരണം വാക്വം UVക്ക് മാത്രമാണ് ആ സിഗ്മ ഇലക്ട്രോൺസിനെ സിഗ്മ സ്റ്റാറിലേക്ക് കൊണ്ടുപോകാനുള്ള എനർജി ഉള്ളൂ. This is the n to sigma star transition, then this is the pi to pi star transition, and this is the n to pi star transition. So ഏറ്റവും എനർജി ഡിഫറൻസ് കുറവുള്ളത് n to pi star transition ആണ്. So these are the various electronic energy levels and electronic excitations. Then നെക്സ്റ്റ് is ട്രാൻസിഷൻസ് ഇൻ UV സ്പെക്ട്രോസ്കോപ്പി. ഏതൊക്കെ ട്രാൻസിഷനാണ് നമ്മളിപ്പോൾ കണ്ടതാണ്, സെയിം കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അൾട്രാവയലറ്റ് വിസിബിൾ റേഡിയേഷൻ റേസ് ദ മോളിക്യൂൾ ടു ആൻ എക്സൈറ്റഡ് സ്റ്റേറ്റ്, ദാറ്റ് ഈസ് ഇലക്ട്രോൺസ് മൂവ്സ് ഫ്രം വൺ ഓർബിറ്റൽ ടു ദ അനദർ ഓർബിറ്റൽ ഓഫ് ഹയർ എനർജി ആൻഡ് ദ ഇലക്ട്രോൺ മേ ബി സിഗ്മ ഇലക്ട്രോൺ ആകാം, പൈ ഇലക്ട്രോൺ ആകാം, അല്ലെങ്കിൽ നോൺ ബോണ്ടിങ് N ഇലക്ട്രോൺ ആകാം. ഇപ്പോൾ ഏത് ഇലക്ട്രോണിനെ വേണമെങ്കിലും നമുക്ക് ഹയർ എനർജി ലെവലിലോട്ട് എക്സൈറ്റ് ചെയ്യാം. സോ in order to excite sigma electron to higher energy level, the energy required is much more than that for the excitation of pi or n electron, because sigma electron is held rather tightly than pi or n electron, non-bonding electron. അതായത് സിഗ്മ ഇലക്ട്രോണിന് ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വളരെയധികം എനർജി ആവശ്യമുണ്ട്. കാരണം എന്താണ്? പൈ ഇലക്ട്രോണിനെയോ N ഇലക്ട്രോണിനെയോ എക്സൈറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനർജിയാണ് ആവശ്യമുള്ളത്. കാരണം എന്താ? പൈ ഇലക്ട്രോണിനേക്കാളും N ഇലക്ട്രോണിനേക്കാളും വളരെ ടൈറ്റായിട്ട് ന്യൂക്ലിയസുമായിട്ട് ഹെൽഡ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ ആണ് ഏത് ഇലക്ട്രോൺ? സിഗ്മ ഇലക്ട്രോൺ. The UV visible radiation do not possess enough energy to excite sigma electron. So UV visible radiation sigma electron excite ചെയ്യാനായിട്ട് ആവശ്യമുള്ള എനർജി ഇല്ല. As a consequence, UV spectroscopy mainly involves the excitation of pi electron or non-bonding electrons. അപ്പോൾ UV visible radiation സിഗ്മ ഇലക്ട്രോണിനെ സിഗ്മ സ്റ്റാർ ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആവശ്യത്തിനുള്ള എനർജി ഇല്ല. UV visible visible radiation ആകെ പൈ ഇലക്ട്രോണിനെയോ നോൺ ബോണ്ടിങ് ഇലക്ട്രോണിനെയോ മാത്രമേ ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യാനായിട്ടുള്ള എനർജി ഉള്ളൂ. സോ കൺസിഡർ ദ സ്ട്രക്ചർ ഓഫ് ദ കാർബണൈൽ ഗ്രൂപ്പ്. ഞാൻ പറഞ്ഞില്ലേ, സോ ഇതാണ് കാർബണൈൽ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചർ. C ഡബിൾ ബോണ്ട് O. സോ ഓക്സിജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, അതുപോലെ തന്നെ പൈ ഇലക്ട്രോൺസ് ഉണ്ട്, ഒരു ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് എ പെയർ ഓഫ് പൈ ഇലക്ട്രോൺസ്, 2 പൈ ഇലക്ട്രോൺ ഉണ്ട് ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട്. ആൻഡ് 2 പെയേഴ്സ് ഓഫ് അൺഷെയർഡ് ഇലക്ട്രോൺസ്, ഇവിടെ 2 പെയർ അൺഷെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, അതായത് 4 നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഓൺ എക്സൈറ്റേഷൻ വാട്ട് ഹാപ്പൻസ്? ഈ സിസ്റ്റം ആണെങ്കിൽ എന്ത് സംഭവിക്കും? N ഇലക്ട്രോൺ മൂവ്സ് ഓൺ എക്സൈറ്റേഷൻ ഓഫ് ആൻ N ഇലക്ട്രോൺ, നോൺ ബോണ്ടിങ് ഇലക്ട്രോണിൻ്റെ എക്സൈറ്റേഷൻ വരുമ്പം ഇറ്റ് മൂവ്സ് ടു ആൻ അൺസ്റ്റേബിൾ പൈ ഓർബിറ്റൽ, ദാറ്റ് ഈസ് ദ പൈ സ്റ്റാർ ഓർബിറ്റൽ, ആൻഡ് അൺസ്റ്റേബിൾ ആൻറ്റി ബോണ്ടിങ് പൈ ഓർബിറ്റൽ. ആൻറ്റി ബോണ്ടിങ് പൈ ഓർബിറ്റൽ മീൻസ് ഇറ്റ് ഈസ് ദ പൈ സ്റ്റാർ ഓർബിറ്റൽ. സോ ഇവിടെ നടക്കുന്ന എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ N to pi star എക്സൈറ്റേഷൻ ആണ്. ആൻഡ് ഇഫ് എ പൈ ഇലക്ട്രോൺ ഈസ് എക്സൈറ്റഡ് ബൈ UV radiation, it moves from bonding pi orbital to unstable anti-bonding pi orbital, that is the pi to pi star excitation. And the pi to pi star excitation or transition can take place in simple alkenes like ethylenes and alkynes like acetylenes, but absorption occur in the far UV region. ഇവിടെ absorption നടക്കുന്നത് far UV regionിലാണ്, അതായത് 100 to 200 നാനോമീറ്ററിലാണ്. വെൻ C ഡബിൾ ബോണ്ട് C ഈസ് കോൺജുഗേറ്റഡ് ആസ് ഇൻ 1,3-butadiene. 1,3-butadiene സ്ട്രക്ചർ CH3 CH ഡബിൾ ബോണ്ട്
1,3-butadiene. The structure is 1,3 CH2 double bond CH single bond CH double bond CH2. That is the structure of 1,3-butadiene. അപ്പോൾ ശ്രദ്ധിക്കുക, CH2 double bond CH single bond CH double bond CH2. That is the structure of 1,3-butadiene. So ആദ്യം ഒരു ഡബിൾ ബോണ്ട്, പിന്നെ ഒരു സിംഗിൾ ബോണ്ട്, പിന്നെ ഒരു ഡബിൾ ബോണ്ട്. സോ അത് ഒരു കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ടാണ്. സോ വെൻ C ഡബിൾ ബോണ്ട് C ഈസ് കോൺജുഗേറ്റഡ് ആസ് ഇൻ 1,3-butadiene, അതുപോലെ തന്നെ 1,3,5 ഹെക്സാട്രൈൻ ആൻഡ് 1,3,5,7 octatetraene, ഈ കേസിലെല്ലാം തന്നെ അബ്സോർപ്ഷൻ മൂവ്സ് ടു ലോങ്ങർ വേവ് ലെങ്ത്, ദാറ്റ് ഈസ് ടു നിയർ UV region. Near UV region is 200 to 400 nanometer. So ഈ കേസ് സിമ്പിൾ ആൽക്കീൻ ആയിട്ടുള്ള CH2 ഡബിൾ ബോണ്ട് CH2, ദാറ്റ് ഈസ് എത്തിലിൻ. എത്തിലിൻ്റെ കേസിൽ നമ്മൾ അബ്സോർപ്ഷൻ കണ്ടത് ദാറ്റ് ഈസ് ഇൻ ദ ഫാർ UV region, അതായത് 100 to 200 നാനോമീറ്ററിലാണ് ഒരൊറ്റ ഡബിൾ ബോണ്ട് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ എത്തിലിൻ്റെ കേസിൽ അല്ലെങ്കിൽ അസെറ്റിലിൻ്റെ കേസ് CH ട്രിപ്പിൾ ബോണ്ട് CH, അസെറ്റിലിൻ്റെ കേസിൽ അല്ലെങ്കിൽ എത്തിലിൻ്റെ കേസിൽ അബ്സോർപ്ഷൻ നടക്കുന്നത് ഫാർ UV റീജിയനിലാണ്. അതായത് പൈ ടു പൈ സ്റ്റാർ എക്സൈറ്റേഷൻ വഴി അബ്സോർപ്ഷൻ നടക്കുന്നത് 100 to 200 നാനോമീറ്ററിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അതേസമയം ഈ CH2 ഡബിൾ ബോണ്ട് CH2നോട് കൂടെ വേറെ ഒരു ഡബിൾ ബോണ്ടും കൂടെ കോൺജുഗേഷൻ വരുവാണ്. എങ്ങനെയാണ്? as in the case of 1,3-butadiene, that is CH2 double bond CH single bond CH double bond CH2, ഒരു ഡബിൾ ബോണ്ടും കൂടെ അവിടെ കോൺജുഗേഷനിൽ വരികയാണ്. അങ്ങനെ ഡബിൾ ബോണ്ട് ഒരെണ്ണം കൂടെ കോൺജുഗേഷനിൽ വരിക മീൻസ് ആൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ടാണ്. അങ്ങനെ ഒരു ഡബിൾ ബോണ്ടും കൂടെ കോൺജുഗേഷനിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ അബ്സോർപ്ഷൻ 100-200 നാനോമീറ്റർ എന്ന് പറയുന്ന ഫാർ UV റീജിയനിൽ നിന്നും അത് നിയർ UV റീജിയനിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. നിയർ UV റീജിയൻ എന്ന് പറഞ്ഞാൽ 200 to 400 നാനോമീറ്റർ, അതായത് ലോങ്ങർ വേവ് ലെങ്ത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ എത്രത്തോളം ഡബിൾ ബോണ്ട്സ് കോൺജുഗേഷനിൽ വരുന്നോ അത്രത്തോളം ലോങ്ങർ വേവ് ലെങ്ത്തിലേക്ക് അബ്സോർപ്ഷൻ ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ്റെ കേസിൽ. When the conjugation C double bond C is much more extensive, എത്രത്തോളമാണോ അത് കൂടുതൽ വരുന്നത്, അബ്സോർപ്ഷൻ മൂവ്സ് ടു സ്റ്റിൽ ലോങ്ങർ വേവ് ലെങ്ത്. അങ്ങനെ അത് കൂടുതൽ ഡബിൾ ബോണ്ട് കോൺജുഗേഷനിൽ വരുമ്പോഴത്തേനും അബ്സോർപ്ഷൻ ലോങ്ങർ വേവ് ലെങ്ത്തിലേക്ക്, അതായത് വിസിബിൾ റീജിയനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ക്യാരറ്റിനൊക്കെ ആ കളറ് വരുന്നത്. ക്യാരറ്റിൻ്റെ കേസിൽ വളരെയധികം ഡബിൾ ബോണ്ട്സ് കോൺജുഗേഷനിലാണ്. ബീറ്റ കെരാട്ടിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് ക്യാരറ്റിൽ പ്രസൻ്റ് ആയിരിക്കുന്നത്. ഈ ബീറ്റ കെരാട്ടിൻ ഈസ് എ ഹൈലി എക്സ്റ്റെൻസീവ്ലി കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ്. സോ വളരെയധികം ഡബിൾ ബോണ്ട്സ് കോൺജുഗേഷനിൽ വരുന്നുണ്ട്. അതായത് ഒരുപാട് ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്സ് ബീറ്റ കെരാട്ടിനിൽ വരുന്നുണ്ട്. സോ അങ്ങനെ ഒരുപാട് ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്സ് വരുമ്പോഴത്തേനും, അതായത് കോൺജുഗേഷൻ കൂടുന്തോറും, കോൺജുഗേഷൻ കൂടുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്സ് കൂടുക എന്നുള്ളതാണ്. സോ അതങ്ങനെ കൂടുതൽ വരുമ്പോഴത്തേനും ഈ അബ്സോർപ്ഷൻ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? ലോങ്ങർ വേവ് ലെങ്ത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് യുവിയിൽ നിന്ന് വിസിബിളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ അബ്സോർപ്ഷൻ വിസിബിളിൽ വരുമ്പോഴത്തേനും നമുക്ക് കോമ്പൗണ്ട് എന്തായിട്ട് കാണാം? കളേർഡ് ആയിട്ട് കാണാനായിട്ട് പറ്റും. UVയിൽ കോമ്പൗണ്ട് കളർലെസ് ആണ്. അതേസമയം വിസിബിൾ ലൈറ്റിൽ അബ്സോർപ്ഷൻ വരുന്ന കോമ്പൗണ്ട്സ് എല്ലാം തന്നെ കളേർഡ് കോമ്പൗണ്ട്സ് ആണ്. അതുകൊണ്ടാണ് ക്യാരറ്റിന് ദാറ്റ് ബ്രില്യൻറ്റ് ഓറഞ്ച് കളർ വരുന്നത്. Then that's all about the principle of UV visible spectroscopy. ഇതാണ് UV visible spectroscopyയുടെ പ്രിൻസിപ്പിൾ വരുന്നത്. Then there are some terms that is used in UV spectroscopy. The first term is chromophore. So what is chromophore? Chromophore is considered as any system which is responsible for imparting color to a compound. ഒരു കോമ്പൗണ്ടിന് കളർ നൽകാനായിട്ട് ആ കോമ്പൗണ്ടിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ chromophore എന്ന് പറയുന്നത്. So nitro compounds are yellow in color. So nitro compounds ന് yellow color ആണ്. And this nitro group is the chromophore which imparts color to that compound. അതുപോലെ തന്നെ aryl conjugated azo group is a chromophore for imparting color to azo dyes. azo dyesന് കളർ വരാനായിട്ട് അതിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഗ്രൂപ്പാണ് azo group എന്ന് പറയുന്നത്. azo group. So azo group is a chromophore. So ഒരു കോമ്പൗണ്ടിൽ ആ കോമ്പൗണ്ടിന് കളർ നൽകാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടൊരു ഗ്രൂപ്പ് പ്രസൻ്റ് ആയിരിക്കും.
ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രോമോഫോർ എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ക്രോമോഫോർ ഈസ് ഡിഫൈൻഡ് ആസ് ആൻ എനി ഐസൊലേറ്റഡ് കോവാലൻ്റ്ലി ബോണ്ടഡ് ഗ്രൂപ്പ് ദാറ്റ് ഷോസ് ക്യാരക്ടറിസ്റ്റിക് അബ്സോർപ്ഷൻ ഇൻ ദ UV visible region. So some examples of chromophore is ethylenic, acetylenic group, carbonyl group, acid group, ester group, nitriles, nitro group, azo group. These are all examples of chromophore. And this chromophore are of two type. First type is chromophore in which the group containing pi electrons, അതായത് pi electrons മാത്രമുള്ളതാണ്. അതിന് എക്സാമ്പിൾ ആണ് അസെറ്റിലീനിക് ഗ്രൂപ്പ്, എത്തിലീനിക് ഗ്രൂപ്പ്. ഇതെല്ലാം തന്നെ എന്തിന് എക്സാമ്പിൾ ആണ്? chromophore in which the group contain pi electrons and they undergo pi to pi star transition. And the second category is chromophore which contain both pi and n electrons. So they undergoes both the transitions. Pi electron ഉണ്ട്, n electron ഉണ്ട്. So they undergoes both the transitions, that is pi to pi star and n to pi star transition. അതിന് എക്സാമ്പിൾ ആണ് നൈട്രോ ഗ്രൂപ്പ്, അസോ ഗ്രൂപ്പ്, n double bond n, that is azo group. Then carbonyl group, C double bond O. Then nitrile group, C triple bond n. ഇതെല്ലാം തന്നെ എന്തിന് എക്സാമ്പിൾ ആണ്? ക്രോമോഫോർ വിച്ച് കണ്ടെയ്ൻ ബോത്ത് പൈ ആൻഡ് n electrons. സോ ഒരു കോമ്പൗണ്ടിൽ ആ കോമ്പൗണ്ടിന് കളർ നൽകുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് പ്രസൻ്റ് ആയിരിക്കും. ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രോമോഫോറിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് is an oxochrome. Oxochrome is defined as any group which does not itself act as a chromophore but whose presence brings about a shift of the absorption maximum towards the red end of the spectrum. Red end means longer wavelength ആണ്. അപ്പം oxochrome എന്ന് പറഞ്ഞാൽ that is also a group. ആ ഗ്രൂപ്പ് ഒരു ക്രോമോഫോർ ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല, ബട്ട് ആ ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ക്രോമോഫോറിൻ്റെ അബ്സോർപ്ഷനെ എങ്ങോട്ട് ലോങ്ങർ വേവ് ലെങ്ത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ക്രോമോഫോറിൻ്റെ കളറിനെ ഇൻറ്റൻസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സോ ദ അബ്സോർപ്ഷൻ അറ്റ് ലോങ്ങർ വേവ് ലെങ്ത് ഈസ് ഡ്യൂ ടു ദ കോമ്പിനേഷൻ ഓഫ് എ ക്രോമോഫോർ ആൻഡ് ആൻ ഓക്സോക്രോം ടു ഗിവ് റൈസ് അനദർ ക്രോമോഫോർ. സോ ഈ ക്രോമോഫോറും ഓക്സോക്രോമും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വേറെ ഒരു ക്രോമോഫോർ ഉണ്ടാകുന്നു. സോ അതിന് വേറൊരു കളർ കിട്ടും. സോ ആൻ ഓക്സോക്രോമിക് ഗ്രൂപ്പ് ഈസ് കോൾഡ് എ കളർ എൻഹാൻസിങ് ഗ്രൂപ്പ്. അപ്പോൾ ഓക്സോക്രോമിന് ഡയറക്റ്റ് ആയിട്ട് വിസിബിൾ ആയിട്ടുള്ള അബ്സോർപ്ഷൻ ഇല്ല, ബട്ട് ഓക്സോക്രോമിൻ്റെ പ്രസൻസ് ക്രോമോഫോറിൻ്റെ കളർ ഇൻറ്റൻസിഫൈ ചെയ്യുന്നു. സോ ഓക്സോക്രോമിക് ഗ്രൂപ്പ് ഈസ് എ കളർ എൻഹാൻസിങ് ഗ്രൂപ്പ് ആൻഡ് ഓക്സോക്രോമിക് ഗ്രൂപ്പ്സ് ഡു നോട്ട് ഷോ ക്യാരക്ടറിസ്റ്റിക് അബ്സോർപ്ഷൻ എബോവ് 200 നാനോമീറ്റർ, അതായത് വിസിബിൾ റീജിയണിലേക്ക് അതിന് അബ്സോർപ്ഷൻ വരുന്നില്ല. ഇനി എക്സാമ്പിളാണ് OH ഗ്രൂപ്പ്, OR ഗ്രൂപ്പ്, NH2, NHR, NR2, SH. ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് ഓക്സോക്രോമിക് ഗ്രൂപ്പ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് ക്രോമോഫോറിക് ഗ്രൂപ്പിന് എക്സാമ്പിൾ എന്നും പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്, ബട്ട് ദിസ് ഇസ് ആക്ച്വലി എക്സാമ്പിൾസ് ഓഫ് ഓക്സോക്രോമിക് ഗ്രൂപ്പ്സ്. So the effect of oxochrome is because its ability to extend the conjugation of a chromophore by sharing of non-bonded electrons. So oxochromeന്റെ ഇഫക്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഓക്സോക്രോമിൽ പ്രസൻ്റ് ആയിരിക്കുന്ന നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് യൂസ് ചെയ്തിട്ട് ക്രോമോഫോറിൻ്റെ കോഞ്ചുഗേഷനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സോ ലോങ്ങർ വേവ് ലെങ്ത്തിലേക്ക് അബ്സോർപ്ഷൻ ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദസ് എ ന്യൂ ക്രോമോഫോർ റിസൾട്ട് വിച്ച് ഹാസ് എ ഡിഫറെൻറ്റ് വാല്യൂ ഓഫ് അബ്സോർപ്ഷൻ മാക്സിമം ആസ് വെൽ ആസ് എക്സ്റ്റിങ്ഷൻ കോഎഫിഷ്യൻറ്റ്. For example, benzene, absorption maximum of benzene is C6H6. benzene absorption maximum, അതായത് മാക്സിമം അബ്സോർപ്ഷൻ വരുന്നത് 252 നാനോമീറ്റർ വേവ് ലെങ്ത്തിലാണ്. അതേസമയം നമ്മൾ അതിനോട് കൂടി ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ഒരു NH2 ഗ്രൂപ്പ് വയ്ക്കുവാണ്, ഒരു ഓക്സോക്രോമിക് ഗ്രൂപ്പ് വയ്ക്കുവാണെങ്കിൽ അബ്സോർപ്ഷൻ മാക്സിമം ഹയർ വേവ് ലെങ്ത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് മാക്സിമം അബ്സോർപ്ഷൻ കിട്ടുന്നത് 282 നാനോമീറ്ററിലാണ്. ദസ് NH2 ഈസ് ആൻ ഓക്സോക്രോം. സോ ഓക്സോക്രോമിൻ്റെ പ്രസൻസ് കൊണ്ട് അബ്സോർപ്ഷൻ ലോങ്ങർ വേവ് ലെങ്ത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. Then next term is bathochromic shift. Bathochromic shift എന്ന് പറഞ്ഞാൽ it is the absorption maximum shift towards longer wavelength due to the presence of an oxochrome. അതായത് absorption maximum longer wavelengthലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട്? ഓക്സോക്രോമിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടും സോൾവെൻറ്റിൻ്റെ ചേഞ്ച് ഉള്ളത് കൊണ്ടും ഒരു കോമ്പൗണ്ടിൻ്റെ അബ്സോർപ്ഷൻ മാക്സിമം ലോങ്ങർ വേവ് ലെങ്ത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ദിസ് ബാത്തോക്രോമിക് ഷിഫ്റ്റ് ഈസ് ഓൾസോ കോൾഡ് റെഡ് shift.
Example, N to pi star transition for carbonyl compound experiences a bathochromic shift with a decrease in polarity of solvent. Then hypsochromic shift നേരെ ഓപ്പോസിറ്റ് ആണ്, ബാത്തോക്രോമിക് ഷിഫ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അബ്സോർപ്ഷൻ മാക്സിമം ലോങ്ങർ വേവ് ലെങ്ത്തിൽ നിന്ന് ഷോർട്ടർ വേവ് ലെങ്ത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ ബ്ലൂ ഷിഫ്റ്റ് എന്നും പറയുന്നു. ദെൻ ഇറ്റ് മേ ബി കോസ്ഡ് ഡ്യൂ ടു, അതായത് കോൺജുഗേഷൻ റിമൂവ് ചെയ്യുന്നത് കൊണ്ടോ സോൾവെൻറ്റിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടോ ആണ് ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് ഉണ്ടാകുന്നത്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഈ ടേംസ്. ക്രോമോഫോർ, ഓക്സോക്രോം, ബോത്തോക്രോമിക് ഷിഫ്റ്റ്, ഹിപ്സോക്രോമിക് ഷിഫ്റ്റ്, ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ്, അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നോക്കുക. അനലിൻ്റെ കേസിൽ അബ്സോർപ്ഷൻ നടക്കുന്നത് 280 നാനോമീറ്ററിലാണ് ഡ്യൂ ടു ദ കോൺജുഗേഷൻ ഓഫ് പൈ ബോണ്ട്, അതായത് അരോമാറ്റിക് സിസ്റ്റം, അരോമാറ്റിക് ബെൻസീൻ റിങ് വരയ്ക്കുക, ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ NH2 ഗ്രൂപ്പ് വരിക. സോ NH2ലുള്ള നൈട്രജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് റിങ്ങിലെ പൈ സിസ്റ്റവുമായിട്ട് കോൺജുഗേഷൻ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അബ്സോർപ്ഷൻ മാക്സിമം 280 നാനോമീറ്ററിലാണ് കിട്ടുക. ആസിഡ് സൊല്യൂഷനിൽ ഈ 280 നിന്നും താഴേക്കാണ് അബ്സോർപ്ഷൻ മാക്സിമം വരുന്നത്. അത് കാരണം ആസിഡ് സൊല്യൂഷനിൽ പ്രോട്ടോൺസ് ഉണ്ട്, H+ ഉണ്ട്. ഈ H+ എന്ത് ചെയ്യും, നൈട്രജനിലുള്ള ലോൺ പെയറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് NH2 ദാറ്റ് ഈസ് കൺവേർട്ടഡ് ടു NH3+. ആസ് എ റിസൾട്ട് നൈട്രജനിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ട് തന്നെ കോൺജുഗേഷൻ അവിടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ലോങ്ങർ വേവ് ലെങ്ത്തിൽ നിന്ന് അബ്സോർപ്ഷൻ ഷോർട്ടർ വേവ് ലെങ്ത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് 280 എന്നുള്ളത് 203 നാനോമീറ്റർ ആയിട്ട് മാറുന്നു. അപ്പം പ്യുവർ അനിലിൻ സൊല്യൂഷൻ്റെ അബ്സോർപ്ഷൻ മാക്സിമം എന്ന് പറയുന്നത് 280 നാനോമീറ്ററിലാണ്. അതേസമയം അനിലിൻ നമ്മൾ അസിഡിക് സൊല്യൂഷനിൽ അല്ലെങ്കിൽ HCCl ഡിസോൾവ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ കേസിൽ അബ്സോർപ്ഷൻ മാക്സിമം ഷോർട്ടർ വേവ് ലെങ്ത് ആയിട്ടുള്ള 203ലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിന് കാരണം അസിഡിക് സൊല്യൂഷൻ എടുക്കുമ്പം അസിഡിക് സൊല്യൂഷനിൽ H+ അയോൺസ് ഉണ്ട്. ഈ H+ അയോൺസ് എന്ത് ചെയ്യും, നൈട്രജനിലുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് C6H5NH2 എന്നുള്ളത് C6H5NH3+ ആയിട്ട് മാറും. ആസ് എ റിസൾട്ട് നൈട്രജനിലുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിന് അല്ലെങ്കിൽ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസിന് റിങ്ങിലുള്ള പൈ ഇലക്ട്രോൺസുമായിട്ട് കോൺജുഗേഷനിൽ ഏർപ്പെടാൻ പറ്റാതെ വരും. അങ്ങനെ അവിടെ കോൺജുഗേഷൻ റിമൂവ് ചെയ്യപ്പെടുന്നു. ആസ് എ റിസൾട്ട് ഷോർട്ടർ വേവ് ലെങ്ത്തിലേക്ക് അബ്സോർപ്ഷൻ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. That is hypsochromic shift or blue shift. Next is hyperchromic shift. Hyperchromic shift എന്ന് പറഞ്ഞാൽ this is an effect due to the intensity of absorption maximum increases. അതായത് ഈ കേസിൽ ഹൈപ്പർക്രോമിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ മാക്സിമത്തിൻ്റെ പൊസിഷന് ചേഞ്ച് വരുന്നില്ല, ബട്ട് അബ്സോർപ്ഷൻ മാക്സിമത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയാണ് അവിടെ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഹൈപ്പർക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് പിരിഡിൻ്റെ കേസിൽ 257 നാനോമീറ്ററിൽ എപ്സിലോൺ മാക്സിമം 2750 ആണ്. ദാറ്റ് ഈസ് ഷിഫ്റ്റഡ് ടു 3564 2-methyl pyridine. That is epsilon max increases. That is the hyperchromic shift. Intensity, absorption maximumത്തിൻ്റെ intensity കൂടുന്നതിനെയാണ് നമ്മൾ hyperchromic shift എന്ന് പറയുന്നത്. And the second shift, last term is hypochromic shift. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പറിൻ്റെ. ദാറ്റ് ഈസ് ഇൻറ്റൻസിറ്റി ഓഫ് അബ്സോർപ്ഷൻ മാക്സിമം ഡിക്രീസസ്, സോറി ഞാനിവിടെ ഇൻക്രീസ് എന്നാണ് എഴുതിയത്, ദാറ്റ് ഈസ് ഡിക്രീസസ്. This is an effect due to which the intensity of absorption maximum decreases, that is epsilon max decreases. Decreases എന്നാക്കണം, അവിടെ കറക്ഷൻ ഉണ്ട്, കറക്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് എ ടൈപ്പ് എറർ, അത് ടൈപ്പ് ചെയ്തതിൽ വന്നൊരു മിസ്റ്റേക്കാണ്. That is, this is an effect due to which the intensity of absorption maximum decreases. That is hypochromic shift എന്നാണ് പറയുന്നത്. Hypochromic shift, the introduction of a group which distorts the geometry of a molecule causes hypochromic shift. ദാറ്റ് മീൻസ് ബൈഫിനൈലിൻ്റെ കേസിൽ അബ്സോർപ്ഷൻ വരുന്നത് 250 നാനോമീറ്ററിലാണ്. എപ്സിലോൺ മാക്സ് 19,000 ആണ്. അതേസമയം ഒരു മീത്താൽ ഗ്രൂപ്പ് അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേനും അബ്സോർപ്ഷൻ മാക്സിമം എപ്സിലോൺ മാക്സിമം കുറയുകയാണ് ചെയ്യുന്നത്. 10,250 ആയിട്ട് കുറയുകയാണ് ചെയ്യുന്നത്.
So this is hypochromic shift, that is, this is an effect due to which the intensity of absorption maximum decreases. Absorption maximumത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയാണെങ്കിൽ that is hyperchromic shift, അതേസമയം കുറയുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് hypochromic shift എന്ന് പറയുന്നത്. So all these terms are very important and this is the principle. നമ്മൾ പ്രിൻസിപ്പിൾ കണ്ടു, എങ്ങനെയാണ് യു വി സ്പെക്ട്ര റെപ്രസെൻ്റ് ചെയ്യുന്നത് കണ്ടു, ഏതൊക്കെ ടൈപ്പ് ട്രാൻസിഷൻ ആണെന്ന് കണ്ടു. ഇതെല്ലാം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രാവശ്യം കേട്ടാൽ പോരാ, 1-2 പ്രാവശ്യം വീഡിയോ കേൾക്കുക, കേട്ടതിന് ശേഷം ടെക്സ്റ്റ് വായിക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.